ഇന്നിറങ്ങിയ തിയേറ്ററിൽ കാണുന്ന 4ാമത്തെ സിനിമയാണിത്. പൈങ്കിളി, ഡയറക്റ്റഡ് ബൈ ശ്രീജിത്ത് ബാബു. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇതിൽ ഏത് ശ്രീജിത്ത് ബാബു എന്ന് മനസ്സിലായില്ല. ഒരു ആക്ടർ ശ്രീജിത്ത് ബാബു ഉണ്ട്, നമ്മുടെ രേഖയിലും അതുപോലെ വേറെ കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു മച്ചാനുണ്ട്. അതുകൂടാതെ നമ്മുടെ ആവേശത്തിൽ മറ്റേ പിള്ളേരെല്ലാവരും കൂടി താമസിക്കുന്ന ആ ഒരു പുറത്തുള്ള ഹോസ്റ്റലിലെ വാർഡനില്ലേ, ആ മച്ചാനും ശ്രീജിത്ത് ബാബുവോ. ഇതിൽ ആരാണ് ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് എനിക്ക് മനസ്സിലായില്ല. ശ്രീജിത്ത് ബാബു എന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും രണ്ടുപേരും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരാണ് ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രേഖയിലുള്ള ശ്രീജിത്ത് ബാബുവിനെ ഈ സിനിമയിൽ ഞാൻ ഒരു റോളിൽ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മ. അപ്പോൾ പുള്ളി ആവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഇനി എങ്ങാനും ആവശ്യത്തിൽ നമ്മുടെ ആ ഒരു പുറത്തുള്ള ഹോസ്റ്റലിലെ വാർഡനാണെങ്കിൽ തെറ്റിപ്പോരെന്ന് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഡൗട്ടായതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഇതിലാരും ഒരാളാണ് ഡയറക്ടർ എന്തായാലും. അപ്പോൾ സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലാപ്പ് സ്റ്റിക്ക് ഡാർക്ക് കോമഡിയാണ് പടം. ഇതാണ് സംഭവം എന്ന് മനസ്സിലാവാതെ അവിടെ പോയി ഇരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് വരും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതാണ് കാര്യമെന്ന് മനസ്സിലായതുകൊണ്ട്, ഇത് ഓവർ ദി ടോപ്പ് പടമാണെന്ന് മനസ്സിലായതുകൊണ്ട്, ഇത് എല്ലാവരും ഭയങ്കര കാരിക്കേച്ചറൽ രീതിയിൽ ഓവറായിട്ട് ആക്ട് ചെയ്ത് മനഃപൂർവ്വം അങ്ങനെ ഒരു സിനിമ എടുത്തേക്കണമെന്ന് മനസ്സിലായതുകൊണ്ട് എനിക്കിത് എൻജോയബിളായിരുന്നു. ഇതിനകത്തൊരു കിടിലൻ സീനുണ്ട്, ഒരു ആശുപത്രിയിലുള്ള ഒരു സീൻ. ജിസ്മ ഇതിനകത്തൊരു അടിപൊളി ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നേഴ്സായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ സജിൻ ഗോപി ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ നെയ്ബറും കൂടിയാണ്. സജിൻ ഗോപിയുടെ പുറകെ നടക്കുന്ന ഒരു ലവ് ഇൻട്രസ്റ്റും കൂടിയാണ് കേട്ടോ. ഈ ജിസ്മയും സജിനും എല്ലാവരും ഒക്കെ ആയിട്ട് ഒരു ഹോസ്പിറ്റലിലൊരു സീനുണ്ട്, കിട്ടുള്ള സാധനമായിരുന്നു. ഫുൾ തിയേറ്ററും പൂര ചിരിയായിരുന്നു ആ സീൻ വന്നപ്പോഴേക്കും. അത് ഭയങ്കര രസമാണ്. അനശ്വര തൊട്ട് ഓപ്പോസിറ്റ് ഇരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൊളി സീനായിരുന്നു. ചിരിച്ച് ഒരു വിധമായി. അതുപോലെ ഇതിനകത്ത് ഒരുപാട് അങ്ങനത്തെ കോമഡീസ് ഉണ്ട്. അതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടിലൻ അനുഭവമായിരിക്കും. എന്നെ സംബന്ധിച്ചിട്ട് ഈ സിനിമ ഭയങ്കര രസമായിരുന്നു. വെറൈറ്റിയുടെ പൂരമായിരുന്നു. സാധാരണ നിങ്ങൾ കാണുന്നൊരു ടൈപ്പ് സിനിമയല്ല. അവസാനമൊക്കെ ആയപ്പോഴേക്കും പടം ഭയങ്കര ഡാർക്കാണ്. അറ്റ് ദ സെയിം ടൈം സജിൻ വേറെ ലെവലിൽ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ അഭിനയം എന്നുള്ളത് കൺട്രോൾഡ് ആയിട്ടുള്ള ആക്ടിങ്ങേ അല്ല, ഭയങ്കര ഓവർ ദി ടോപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ഓവർ ദി ടോപ്പ് എക്സ്പ്രഷൻ, ഓവർ ദി ടോപ്പ് ആക്ടിങ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ വീഡിയോയുടെ തമ്മിൽ ഞാൻ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ കുറേ മാര് വന്നിട്ട് എന്ത് ക്രിഞ്ചാണെന്നൊക്കെ പറഞ്ഞു ചോദിക്കുക. അതൊക്കെ ആ ടൈപ്പ് ആൾക്കാർ. അതായത് നമ്മൾ ഓവറായിട്ട് എക്സ്പ്രഷൻ ഇട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടാലോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണിച്ചാൽ അവർക്ക് പിടിക്കില്ല. അവർക്ക് സട്ടിലായിട്ടുള്ള റിയലിസ്റ്റിക് എക്സ്പ്രഷനേ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവരപ്പം തന്നെ പറയും നിനക്ക് ഭ്രാന്താണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ കുറേ പേരാണ്, അവർക്കത് പറ്റില്ല. അങ്ങനെയുള്ളവർ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയാനുള്ളത്. കാരണം ഇതങ്ങനെ മാരക ഓവറാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പടമാണ്. ഞാനിപ്പോൾ കാണിച്ച എക്സ്പ്രഷൻസ് പോലെ ഭയങ്കര ഓവർ രീതിയിൽ, നമ്മുടെ ഈ തംബ്നെയിലുള്ള പോലെ തന്നെ ഭയങ്കര ഓവർ രീതിയിൽ എക്സ്പ്രഷൻസ് കാണിക്കുന്ന, ഓവറായിട്ട് ആൾക്കാർ ബിഹേവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു പടമാണ്. അങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. സജിൻ ഇസ് എ ബ്രില്യൻ്റ് ആക്ടർ ടു മീ. പിന്നെ അനശ്വര എല്ലാവരും ഭയങ്കര ഓവർ ദി ടോപ്പായിട്ടുള്ള റോളാണ് ചെയ്തിരിക്കുന്നത്. ചിലവർക്കിത് കാണുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ടും ഭയങ്കര ഇതെന്താണ് ഇവൻ എന്തോന്ന് പടമിടാന്നൊക്കെ ചിലവർക്ക് തോന്നിപ്പോവും. പ്രായമുള്ള ചില ആൾക്കാർക്ക് ഇതുണ്ട്, ഇത് എന്ത് പടമിടാന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇങ്ങനെയാണ്, ഇതാണ് പടം. ഇതിനാണ് സ്ലാപ്പ് സ്റ്റിക്ക് ഓവർ ദി ടോപ്പ് കാരിക്കേച്ചർ കോമഡി, ഡാർക്ക് കോമഡി എന്നൊക്കെ പറയണത്. ഇത് അങ്ങനത്തെ രീതിയിൽ എടുത്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ ആ ഒരു ഷോറിനോട് ഇത് നീതി പുലർത്തിയെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ ജിസ്മ വളരെ രസമുള്ള ക്യാരക്ടറായിരുന്നു. അടിപൊളിയാണ്. ത്രൂ ഔട്ട് സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും കിഡു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അബു സലീം ചേട്ടൻ അച്ഛനായിട്ടാണ് കിഡു എന്ന് പറഞ്ഞാൽ കിഡു പെർഫോമൻസ്. ആ കാരിക്കേച്ചർ റോള് പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവേശത്തിലെ തന്നെയുള്ള റോഷൻ ഷാനവാസ്, നമ്മുടെ അമ്പാൻ കൂടാതെ റോഷനും ഇതിനകത്തുണ്ട്. എൻ്റെ പൊന്നോ, രണ്ടുപേരും അഭിനയം, രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കണമായിരുന്നു. റോഷൻ കിഡു എന്ന് പറഞ്ഞാൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇവർ നമ്മുടെ നിവിൻ പോളി, അജു വർഗീസ് പോലെ ഒരു കോമ്പോ ആണെന്നുണ്ട്. ഇത് ഒരു രക്ഷയില്ല. നിങ്ങൾ വിളയാടിയിരിക്കുകയാണ് ഈ സിനിമയിൽ. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ പറയുകയാണ്, ഇതൊരു വൻ വെറൈറ്റിയാണ്. ഇത് എല്ലാവർക്കും ദഹിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും പൂണ്ട് വിളയാടി എന്ന് പറഞ്ഞാൽ മതി. ചന്തു, സലീംകുമാർ,
രസമുള്ള റോളാണ്. ചന്തുയുടെ ആക്ടിങ് കുറച്ച് റിപ്പറ്റേറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ സിനിമയിൽ അത് അനുയോജ്യമായിരുന്നു. ചന്തുയുടെ ഒരു ടിപ്പിക്കൽ ഒരു സാധനമൊക്കെ ഉണ്ട്, അത് അടിപൊളി തന്നെയായിരുന്നു, ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. ഈ സിനിമയ്ക്ക് അത് മതിയുടെ. ചന്തുവിനോട് എന്താണോ അവർ ആവശ്യപ്പെട്ടത് അത് ചന്തു ഡെലിവറി ചെയ്തിട്ടുണ്ട്, നമുക്ക് ചിരിക്കാനുള്ള വക ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നത്, ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ദിസ് ഈസ് അൺഡൗട്ടഡ്ലി എ സജിൻ ഗോപു വൺ മാൻ ഷോ. ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. അതുകൊണ്ട് പൂണ്ട് വിളയാടി എന്നൊക്കെ പറയില്ലേ, ഈ റോള് സജിൻ പൂണ്ട് അങ്ങോട്ട് വിളയാടിയിരിക്കുകയാണ്. ഇത് എത്ര പേർക്ക് ഇത് പിടിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പെരുത്ത് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് വേറെ രസമായിരുന്നു. ഇത് അങ്ങനെ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി അതാണ് സാധനം എന്ന് മനസ്സിലാക്കി കണ്ടാണ്ടല്ല, പിന്നെ സംഭവം ഭയങ്കര രസമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മ്യൂസിക് ബൈ ജസ്റ്റിൻ വർഗീസ്, കിഡു എന്ന് പറഞ്ഞാൽ വൻ വെറൈറ്റി. ഇന്ന് വരെ കേൾക്കാത്ത ടൈപ്പ് ഒരു അൺകൺവെൻഷണൽ രീതിയിലുള്ള പാട്ടുകളൊക്കെയാണ്. ഇവൻ പാടിയ ആൾക്കാരുടെ വോയിസസ് ഒക്കെ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരാളെ കൊണ്ട് പാട്ട് പോലും പാടിപ്പിക്കുമെന്ന് വിചാരിക്കില്ല, ആ രീതിയിലുള്ള വൻ വെറൈറ്റി. ഞാനിങ്ങനെ ഈ വെറൈറ്റിയുടെ ഒരു ആരാധകനാണ്. എനിക്ക് കട്ട വെറൈറ്റി ഭയങ്കര ഇഷ്ടമാണ്. കട്ട വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുതന്നെ എന്നീ സിനിമയോട് എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നി. കാരണം വെറൈറ്റി കണ്ടും അടുത്ത ഒരു സാധനമല്ല, വൻ വെറൈറ്റി ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു സംഭവം. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, കുറേ പേർക്ക് വട്ടം പൊളിയും ചിലപ്പോൾ ഈ സിനിമ കണ്ട. പക്ഷേ ഐ എൻജോയ്ഡ് ഇറ്റ്. പിന്നെ ഞാൻ ഇന്ന് കണ്ട ഓഡിയൻസും ദേ വർ ലവിങ് ഇറ്റ്. ഫാമിലിയൊക്കെ ആർത്ത് ചിരിയായിരുന്നു. ഞാൻ കണ്ടത് ഫസ്റ്റ് ഷോ ഒന്നും അല്ല, ഫസ്റ്റ് ഡേ ആണെങ്കിൽ പോലും ഫസ്റ്റ് ഷോ അല്ലല്ലോ. ഇതിപ്പോൾ ഞാൻ കണ്ടത് ഏകദേശം 6:45 ഷോ ആണ്. ഏകദേശം 9:20 9:15 ആയപ്പോഴാണ് ഷോ തീർന്നത്. 2.5 മണിക്കൂർ ഇല്ല, 2 മണിക്കൂർ 20 മിനിറ്റ് എന്തോ ആണ് പടമെന്ന് തോന്നുന്നുണ്ട്, ഇൻക്ലൂഡിങ് ബ്രേക്ക്. അപ്പോൾ എല്ലാവരും ആർത്തിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ സൈഡിലുള്ളവരും പുറയിലുള്ളവരും ഒക്കെ. പിന്നെ ഫുൾ പാക്ഡ് ആയിരുന്നു, തിയേറ്റർ നിറച്ച ആളായിരുന്നു ഇന്ന്. എന്നിട്ട് ആൾക്കാർ ആർത്തുല്ലസിച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ദ ക്രൗഡ് റിയലി എൻജോയ്ഡ് ഇറ്റ് എന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത്. എന്തായാലും ആൾക്കാർക്ക് മനസ്സിലായിടേ ഇത് ഇങ്ങനത്തെ പടമാണെന്നുള്ളത്, ഓവർ ദ ടോപ്പ് പടമാണെന്നുള്ളത്. അപ്പോൾ എന്നാലും കുറേ കീബോർഡ് പോരാളികളുണ്ട്, വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് കുറേമാർ വരും. ഇപ്പം എന്താണ് കുറേ ആർട്ട് പടങ്ങൾ മാത്രം കാണുന്ന, അല്ലെങ്കിൽ ഇന്നത് മാത്രം കാണുന്ന, മാസ് മൂവി മാത്രം കാണുന്ന കുറേ പിള്ള അമൂൽ ബേബി വാണക്കുറ്റികൾ വരും. ഇപ്പം അവരൊന്നും ഞാൻ മൈൻഡ് ചെയ്യല്ല. എന്തായാലും സാധനം എനിക്ക് വർക്കായി. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഉറപ്പാണ് കുറേ പേര് ജെന്യുവനായിട്ട് പറയുന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ. പക്ഷേ ദാറ്റ്സ് ഓക്കെ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രം കണക്കിലെടുക്കുന്ന ആളാണ്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, അത്ര പറയാനുള്ളൂ. എന്തായാലും നല്ലൊരു അനുഭവം തന്നെ. ഞാനൊരു വലിയ യാത്ര പോകാൻ പോവുകയാണ്. യാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരാം. അത് എവിടെയാണ് എങ്ങനെയാണ് പോകണമെന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ശരി, ടാറ്റ. അപ്പോൾ കുറേ പേര് ഇത് കൂടാതെ എന്നോട് ഷാവ എന്നുള്ള സിനിമയുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ സിനിമ മിക്കവാറും തിങ്കളാഴ്ച കാണാൻ പറ്റുള്ളൂ. എനിക്കത് ഐമാക്സിൽ കാണണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഐമാക്സിൽ കണ്ടിട്ട് ഞാൻ അഭിപ്രായം ഇട്ടേക്കാം. പക്ഷേ അതിന് മുന്നേ കാണാൻ പറ്റുകയാണെങ്കിൽ നേരത്തെ ഞാൻ വീഡിയോ ഇടാം. പക്ഷേ ഐമാക്സിൽ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് തിങ്കളാഴ്ച എന്തായാലും ഇനി നടക്കുകയുള്ളൂ. ഞാൻ പോകുന്നിടത്ത് ഐമാക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഐമാക്സിൽ സിനിമ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം ഞാൻ തിങ്കളാഴ്ച ഞാൻ കണ്ടിട്ട് ഉടനെ ഇനി ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ശരി, വേറെ വീഡിയോ കാണാം. ബൈ ബൈ.